നമ്മൾ ആരതിയുടെ ബർത്ത്ഡേ ആയിട്ട് എവിടെയാണ് ആരതി പോകുന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രം. കണ്ണൊന്നും വിടല്ലേ. ഹലോ ഫാമിലി മെമ്പേഴ്സ്, ഇന്ന് ഞാനാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിറന്നാളായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്നൊരാശ. 5 മണിക്ക് ഇറങ്ങാൻ തന്നെ ഞങ്ങൾ ഇറങ്ങിയത് 6 മണിയോട് കൂടിയാണ്. പഞ്ച്വാലിറ്റിയാണ് ഞങ്ങളുടെ മെയിൻ. 6:30 മുതൽ 7 മണി വരെയുള്ള ദർശന സമയത്തിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. കേശദാസ്വരത്തിൽ നിന്നും ഒരു പ്രൈവറ്റ് ബസ്സിൽ ഈസ്റ്റ് റോഡിലേക്ക് ടിക്കറ്റ് എടുക്കുകയും പെർ പേഴ്സൺ 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. മാക്സിമം ചിലവുരുക്കുള്ളൊരു യാത്രയാണ്. എൻ്റെ മെമ്മറീസിൽ ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത് 4ാം ക്ലാസ്സിലാണ്. പക്ഷേ അത് അത്ര വലിയ ഓർക്കാനുള്ള ഓർമ്മകളൊന്നും എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് റീസെൻ്റ്ലി ആണ് ഞാൻ അമ്പലം വിസിറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാ മലയാളികളും പോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്യുന്നത് ഒരു വളരെ സ്പെഷ്യലായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. നമ്മളൊരു 6:30 കൂടി തന്നെ അമ്പലത്തിലെത്തിയെങ്കിലും 6:45 നമ്മൾ ഉള്ളിൽ പ്രവേശിക്കാൻ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ചെക്കിങ്ങും ഉണ്ടായിരുന്നു. ഒരു 8 മണിയോട് കൂടി നമ്മൾ അവിടെ ഇറങ്ങിയെങ്കിലും 8:30 നമ്മൾ അമ്പലത്തിൻ്റെ പരിസരം വിടാൻ. കാരണം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. നമ്മൾ അത് കഴിഞ്ഞിട്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് ഓപ്പോസിറ്റുള്ള ഒരു അന്നപൂർണ്ണ എന്ന് പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കയറി മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി പരാതി പറയാൻ വിളിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റ മൈൻഡിൽ നമ്മൾ അതിരടി മൂവി കാണാൻ വേണ്ടി പോയി. ബേസിൽ ജോസഫിൻ്റെയും ടൊവിനോ തോമസിൻ്റെയും നല്ലൊരു കോംബോ. നമ്മൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന കണക്ക് അവരൊരു കോംബോ നമ്മളെ നിരുത്സാഹപ്പെടുത്തത്തില്ല എന്ന് നമുക്കറിയാവുന്നതുപോലെ തന്നെ നല്ലൊരു മൂവിയായിരുന്നു. നമ്മൾ PVR കൃപയിലാണ്, തമ്പാനൂരുള്ള PVR കൃപയിലാണ് നമ്മൾ പോയത് മൂവി കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു മൂവിയായിരുന്നു. കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കോംബോ എപ്പോഴും വർക്കാവുന്നൊരു കോംബോ ആയതുകൊണ്ട് തന്നെ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല മഴയും അതേപോലെ തന്നെ പിന്നീട് നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ലൈമും കുടിച്ച് 1 മണിയോട് കൂടി നമ്മൾ വീട്ടിലെത്തിച്ചേരുകയും ചെയ്തു.